നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വയലൻസ് സീനുകൾ കൊണ്ട് മാസ് കാണിച്ച ചില സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിൽ ആദ്യത്തേത് ഒരു മലയാള സിനിമയാണ്. ആ ഒരു സിനിമയാണ് അജഗജാന്തരം എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ കുറച്ച് സമയം മാത്രമേ സംസാരവും ഡയലോഗുകളും ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് ഫുള്ള് ഇടിയാണ്. ഒരു പൂരത്തിന്റെ ഇടയിൽ നടക്കുന്ന, അതായത് ഉത്സവ പറമ്പിലെ അടിയായിരുന്നു ഈ ഒരു സിനിമയുടെ മെയിൻ സ്റ്റോറി ലൈൻ. വയലൻസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ബാത്ത് സീനുകളുള്ള ചോരക്കളി സീനുകൾ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, മൊത്തത്തിലുള്ള വയലൻസ് ആണ്. ഈ ഒരു സിനിമയിലെ ഫൈറ്റ് എല്ലാം വളരെ മികച്ചതാണ്. സ്റ്റോറിക്ക് പകരം ആക്ഷൻ സീനുകൾക്കായിരുന്നു കൂടുതൽ ഫോക്കസ് നൽകിയത്. കരാട്ടെ, കുൻഫു തുടങ്ങിയ വെസ്റ്റേൺ ഫൈറ്റുകളൊന്നും തന്നെ ഈ ഒരു സിനിമയിൽ യൂസ് ചെയ്തിട്ടില്ല. നാടൻ തല്ലുകൾ മാത്രം. അടുത്ത സിനിമയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ RDX എന്ന സിനിമ. ഈ ഒരു സിനിമയും വയലൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമകളിൽ മാസ് ഫൈറ്റ് സീനുകളുള്ള സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ഫൈറ്റ് കോറിയോഗ്രാഫർ അൻപരുവായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഫൈറ്റ് കോറിയോഗ്രാഫറാണ് അൻപരുവ്. ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയല്ല, രണ്ട് ട്വിൻ ബ്രദേഴ്സ് ആണ്. ചെറുപ്പം മുതലേ മാർഷൽ ആർട്സിൽ എക്സ്പേർട്ട് ആയ മാസ്റ്റേഴ്സ് ആണ് ഇവർ ചെയ്ത ഫൈറ്റ് കോറിയോഗ്രാഫി എല്ലാം വളരെ മാസ് ഫൈറ്റുകളാണ്. RDX എന്ന സിനിമ കഴിഞ്ഞ വർഷം 100 കോടി കളക്ഷൻ നേടി. അടുത്ത സിനിമയാണ് ഖൈദി എന്ന സിനിമ. LCUലെ തന്നെ വളരെ ഫാൻ ബേസ് ഉള്ള LCUവിന് തുടക്കമിട്ട സിനിമയായിരുന്നു ഖൈദി എന്ന സിനിമ. ഖൈദി എന്ന സിനിമ യഥാർത്ഥത്തിൽ 80% സീനുകളും കോൺ എയർ എന്ന ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. നമ്മുടെ ഗോസ്റ്റ് റൈഡറിലെ നടൻ നിക്കോളസ് കേജ് ആയിരുന്നു ഈ ഒരു സിനിമയിലെ നായകൻ. രണ്ട് സിനിമയുടെ സ്റ്റോറി ലൈനും വയലൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. രണ്ട് സിനിമയിലും വയലൻസ് ഏകദേശം സെയിം ആണെങ്കിലും മാസ് സീനുകൾ കൂടുതലുള്ളത് അത് ഖൈദി സിനിമയിൽ തന്നെയാണ്. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ദില്ലി ക്യാരക്ടർ അങ്ങനെ ജയിലിലെത്തിയെന്ന് വ്യക്തമായി പറയുന്നില്ല, എന്നാൽ കോണയർ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അമേരിക്കൻ ദില്ലി. അമേരിക്കൻ ദില്ലിയുടെയും ഭാര്യ പ്രഗ്നന്റ് ആണ്. ഒരു ദിവസം ഭാര്യയെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ കുറച്ച് ഗുണ്ടകൾ വന്ന് ഇവരെ ശല്യം ചെയ്തു. തുടർന്ന് ദില്ലിയുമായി ഒരു ഫൈറ്റ്. ഈ ഒരു ഫൈറ്റിനിടയിൽ ദില്ലിക്ക് കുറച്ചുപേരെ കൊല്ലേണ്ടി വന്നു. ഇങ്ങനെയാണ് ജയിലിലെത്തിയത്. എന്നാൽ ഇവിടെ ഭാര്യയ്ക്കൊരു കുഴപ്പവുമില്ല, ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. ഖൈദി സിനിമയിൽ ഒരുപക്ഷെ ഭാര്യയെ വില്ലന്മാർ കൊന്നു കളഞ്ഞിട്ടുണ്ടാവാം, ബാക്കിയെല്ലാം സെയിമാണ്. ജയിലിൽ നിന്നിറങ്ങി ഖൈദിയിൽ മകളെ കാണാൻ വരുന്നു. ഈ ഒരു സിനിമയിൽ മകളെയും ഭാര്യയെയും കാണാൻ വരുന്നു. ഖൈദിയിൽ ലോറിയാണ്. ഹോളിവുഡ് സിനിമയിൽ എപ്പോഴും ബഡ്ജറ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഇവിടെ നായകന് പ്ലെയിൻ ആണ് ഓടിക്കേണ്ടി വരുന്നത്. എന്തൊക്കെയായാലും വയലൻസ് സീനുകളിൽ വളരെ മികച്ച മാസ് സീനുകൾ ഖൈദി സിനിമയിലുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെയും ഫൈറ്റ് കോറിയോഗ്രാഫർ അൻപരുവായിരുന്നു. അടുത്ത സിനിമയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അസുരൻ എന്ന സിനിമ. വളരെ മികച്ച സ്റ്റോറി ലൈനുള്ള നോവലിനെ ബേസ് ചെയ്തുള്ള സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുഴുവനും ഇമോഷണൽ സീനുകളാണ്. സെക്കൻഡ് ഹാഫ് ആയാൽ ഫുള്ളി വയലൻസ് ആണ്. വയലൻസ് സീനുകളിൽ വളരെ മികച്ച മാസ് ഫൈറ്റ് സീനുകൾ സിനിമയ്ക്കുണ്ട്. അടുത്ത സിനിമയാണ് ജയിലർ എന്ന സിനിമ. തമിഴിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മൂന്നാമത്തെ സിനിമയാണ് ജയിലർ. സിനിമയിലെ പല സീനുകളിലും വളരെ ബ്രൂട്ടലായ സീനുകളുണ്ട്. മാസ് BGM കൊണ്ടും മാസ് സീനുകൾ കൊണ്ടും ആ വർഷത്തെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു ജയിലർ എന്ന സിനിമ. ഓരളവുക്ക് മേലെ നമുക്കിട്ട പേച്ചേ കടിയാതെ. അടുത്ത സിനിമയാണ് വിക്രം എന്ന സിനിമ. ജയിലർ സിനിമയും വിക്രം സിനിമയും സ്റ്റോറി ഏകദേശം സെയിം ആണ്. എങ്കിലും ജയിലറിനെ വെച്ച് നോക്കുമ്പോൾ ബ്രൂട്ടൽ ആയിട്ടുള്ള വില്ലന്മാർ കൂടുതലുള്ളത് അത് വിക്രം സിനിമയിലാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റർ അൻപരുവ് തന്നെയായിരുന്നു. വയലൻസ് സീനുകൾക്കിടയിൽ മാസ് BGMഉം ഫൈറ്റ് സീനുകളും സിനിമയ്ക്കുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ അവസാനം ഈ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും വലിയ വില്ലനായ റോളക്സ് ക്യാരക്ടറിന്റെ എൻട്രി, അതും ഒരു ബ്രൂട്ടൽ സീനിൽ. ഏറ്റവും വലിയ ട്രെൻഡായ ഒരു മാസ് വില്ലൻ ക്യാരക്ടർ ആയിരുന്നു റോളക്സ്. അടുത്ത സിനിമയാണ് ലിയോ എന്ന സിനിമ. ലിയോ എന്ന സിനിമ നമുക്കറിയാം ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന നോവലിന്റെ ഒരു ഒഫീഷ്യൽ അഡാപ്റ്റേഷൻ ആണ്. നോവലിന്റെ പേരിൽ തന്നെ ഒരു വയലൻസ് ഉണ്ട്. ലിയോ സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും വയലൻസിലാണ്. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന ഹോളിവുഡ് സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ലിയോ സിനിമയിൽ ഈ ഒരു സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വയലൻസ് സീനുകളും ബ്രൂട്ടൽ സീനുകളും അല്പം കൂടുതലാണ്. മാസ് വില്ലന്മാരും BGMഉം
ഫൈറ്റ് സീനുകളും സിനിമയ്ക്കുണ്ട്. സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റർ അൻപരിവ് തന്നെയായിരുന്നു. അടുത്ത സിനിമയാണ് KGF എന്ന സിനിമ. നമുക്കറിയാം KGF സിനിമയും അത്യാവശ്യം വയലൻസ് ഉള്ള ഒരു മാസ് ആക്ഷൻ ഗ്യാങ്സ്റ്റർ മൂവിയാണ്. KGF 1 സിനിമയിൽ റോക്കി എന്ന ക്യാരക്ടറിന്റെ ഇൻട്രോ തന്നെ വയലൻസിൽ നിന്നാണ് തുടങ്ങുന്നത്. സിനിമയിൽ ഒരുപാട് വയലൻസ് സീനുകൾ വരുന്നുണ്ട്. മാസ് BGM കൊണ്ടും ഫൈറ്റ് സീനുകൾ കൊണ്ടും മികച്ച മാസ് സിനിമകളിലൊന്നാണ് KGF. അടുത്തത് KGF 2 സിനിമയാണ്. KGF 1 വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വയലൻസ് സീനുകൾ കൂടുതലായി ഉള്ളത് KGF 2 സിനിമയിലാണ്. രണ്ട് സിനിമയുടെയും ഫൈറ്റ് കൊറിയോഗ്രാഫർ അൻപരിവ് തന്നെയാണ്. അടുത്തത് സലാർ സിനിമയാണ്. KGF സിനിമയുമായി കമ്പയർ ചെയ്യുമ്പോൾ സലാറിലെ ദേവ എന്ന ക്യാരക്ടറിന് ഡയലോഗ്സ് വളരെ കുറവാണ്. 2 മണിക്കൂർ 55 മിനിറ്റ് ഉള്ള സിനിമയിൽ വെറും 2.5 മിനിറ്റ് മാത്രമേ ഡയലോഗ് ഉള്ളൂ. എങ്കിലും ബ്രൂട്ടലായ ഫൈറ്റ് സീനുകൾ കൂടുതലായിരുന്നു. അടുത്ത സിനിമയാണ് ആനിമൽ എന്ന സിനിമ. ബോളിവുഡിൽ വയലൻസ് സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും മാസ് BGMകളും സീനുകളും കൂടുതലുള്ള വയലൻസ് സിനിമ ആനിമൽ സിനിമയാണ്. മറ്റ് ബോളിവുഡ് വയലൻസ് സിനിമകൾ വയലൻസ് തന്നെയായിരുന്നു കൂടുതലായി ഫോക്കസ് ചെയ്തത്. എന്നാൽ ഈ ഒരു സിനിമ വയലൻസ് സീനുകളിലും മാസ് സീനുകളും ക്രിയേറ്റ് ചെയ്തു. സിനിമയിലെ ഈ ഒരു ഫൈറ്റ് സീൻ ഇത് യഥാർത്ഥത്തിൽ കൊറിയൻ സിനിമയായ ഓൾഡ് ബോയ് എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഓൾഡ് ബോയ് എന്ന സിനിമ ഇതിനേക്കാൾ വലിയ വയലന്റ് സിനിമയാണ്. അടുത്ത സിനിമയാണ് കഴിഞ്ഞ വർഷം തന്നെ പുറത്തിറങ്ങിയ ബോളിവുഡിലെ തന്നെ കിൽ എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ സ്റ്റോറിക്ക് പകരം ആക്ഷൻ സീനുകൾക്കാണ് കൂടുതൽ ഫോക്കസ് നൽകിയത്. ഈ ഒരു സിനിമയിലും കുറച്ചു നേരം മാത്രമേ ഡയലോഗുകളുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഫുൾ ഫൈറ്റ് ആണ്. പേര് പോലെ തന്നെ ഫുള്ള് കില്ലാണ് സിനിമയിലുള്ളത്. 2 സോൾജർ ആയിട്ടുള്ള നായകന്മാർ ഒരു ട്രെയിനിൽ കയറുന്നു. അവിടെ വെച്ചുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലെ. ഈ ഒരു സിനിമ മറ്റു സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലീഷേ സീനുകളെല്ലാം വളരെ കുറവാണ്. ഈ ഒരു സിനിമയിൽ ഒരുപാട് മാസ് ഫൈറ്റ് സീൻ ഉണ്ടെങ്കിലും സ്ലോ മോഷൻ സീനുകളേ ഇല്ല. ഈ ഒരു സിനിമ വേൾഡ് ഫേമസ് ആക്ഷൻ സിനിമയായ ജോൺ വിക്ക് സിനിമയുടെ ഡയറക്ടർ കാണാനിടയാവുകയും റീമേക്ക് റൈറ്റ്സ് വാങ്ങുകയും ചെയ്തു. ഉടൻ തന്നെ നമുക്ക് ഈ സിനിമ ഹോളിവുഡിൽ കാണാം. അതും ജോൺ വിക്കിന്റെ ഡയറക്ടർ ഉണ്ടാക്കിയത്. അടുത്ത സിനിമയാണ് നിലവിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ മലയാളത്തിലെ മാർക്കോ എന്ന സിനിമ. 2019 പുറത്തിറങ്ങിയ മിഗായൽ എന്ന സിനിമ ഒരു മാസ് ആക്ഷൻ സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ഒരു ആവറേജ് ആയിരുന്നു. സിനിമയിൽ മെയിനായി 2 വില്ലന്മാരുണ്ട്. ഇതിൽ മാർക്കോ എന്ന ക്യാരക്ടറിന് പ്രോപ്പറായ ഒരു ഇൻട്രോ പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഈ ഒരു വില്ലൻ ക്യാരക്ടർ നായകനേക്കാൾ ഫാൻ ബേസ് ഉണ്ടാക്കി. ഈ ഒരു സിനിമയിൽ ടോട്ടലായി മാസ് BGMകൾ ഉണ്ടായിരുന്നു. മാർക്കോ ക്യാരക്ടറിന് മുൻപ് ഗോപി സുന്ദർ ആയിരുന്നു മിഗായൽ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. ഈ ഒരു വില്ലന്റെ ഫാൻ ബേസ് കൊണ്ടാണ് മാർക്കോ എന്ന ഈ ഒരു സ്പിൻ ഓഫ് സിനിമ ഇറക്കിയത്. ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ KGF സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായ രവി ബസൂറാണ്. വളരെ വയലൻസ് ആയ ബ്രൂട്ടൽ സീനുകളിൽ മാസ് ആയ ഒരു ക്യാരക്ടറാണ് നിലവിൽ ഇപ്പോൾ മാർക്കോ.